ശ്രീ എ സജീവൻ, നിലമ്പൂരിൽ പ്രചാരണ രീതികളിലൊക്കെ ഒരു വ്യത്യാസം കാണുന്നില്ലേ? കാര്യങ്ങൾ വർഗീയമായി വിഭജിക്കുന്ന രീതിയിലേക്ക് നേതാക്കൾ തന്നെ പ്രതികരണം നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? ഏത് നേതാവിനെ എടുത്താലും ഏത് മുന്നണിയെ എടുത്താലും ചില വിഷയങ്ങളിൽ ഊന്നുന്നു, ചില വിഷയങ്ങളിൽ മാത്രം പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ആത്യന്തികമായി അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ SDPI ബന്ധപ്പെട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, SDPയുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന്. 18,000-ൽ പരം വോട്ടിൽ ജയിച്ചിട്ടും SDPയുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ അത് അത്രയ്ക്കും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു രൂപത്തിലുള്ള സംവിധാനം എന്ന രൂപത്തിൽ അതിനെ വിമർശിച്ചു. അതിനുശേഷം ഇവിടെ CPMന്റെ ഒരു നേതാവ് തന്നെ പറയുകയാണ് SDPI അടക്കമുള്ള എല്ലാ മനുഷ്യരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന്. അതിൽ സ്വരാജ് നൽകിയ മറുപടി പൂർണ്ണമാണ് എന്ന് ശ്രീ എ സജീവൻ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇപ്പോൾ സ്മൃതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണത്തിന് എന്താണ് LDFൻ്റെ അഭിപ്രായം എന്നുള്ള കാര്യം. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ സാമുദായിക സംഘടനയുടെ നേതാവെന്നൊക്കെ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവാണ് SNDP യോഗം രൂപീകരിച്ചത്. അദ്ദേഹമായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അതൊരിക്കലും സാമുദായികമായിട്ടുള്ള ജാതിക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമേ ആയിരുന്നില്ല. ശ്രീനാരായണ ധർമ്മം എന്താണെന്നുള്ളത് വെള്ളാപ്പള്ളി നടേശന് അറിയില്ലാനുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിനെ ഒരു സാമുദായിക വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് ഇവിടെ അദ്ദേഹം വന്നിട്ട് മഞ്ചേരിയിൽ വന്നിട്ട് സംസാരിച്ച കാര്യം. അത് അങ്ങേയറ്റത്തെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഓരോ പാർട്ടികൾക്കും ഓരോ മുന്നണികൾക്കും അവർക്ക് വോട്ട് കിട്ടുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് ചില സെലക്റ്റീവായിട്ടുള്ള അമ്നീഷ്യ ഇതിൽ പലപ്പോഴും ബാധിക്കാറുണ്ട്. അതവർ ഒഴിക്കും അങ്ങ് മറന്നു കളയുന്ന രീതിയിലോ അല്ലെങ്കിൽ കേട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഇതിന് ഓരോ വ്യക്തതയോട് കൂടിയിട്ട് ഓരോന്നിനെയും സമീപിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്കൾ പറഞ്ഞ പോലെ പാലക്കാട് SDPIയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വർഗീയവാദികളുടെ വോട്ട് എന്നുള്ള കൃത്യമായിട്ട് സംഘടന വെച്ചുകൊണ്ട് പറയാമല്ലോ. അങ്ങനെ പറയുമ്പോൾ എല്ലാ സംഘടനകളെയും വർഗീയമായിട്ട് അവിടെ വച്ച് ഇതേ മണ്ണിൽ, ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ വന്നിട്ട് സംസാരിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അത് പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സാമുദായിക വോട്ടുകൾ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് ഓരോ സമുദായത്തിൻ്റെയും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് നേടുക. അത് ഒരു മുന്നണിയുടെ കാര്യം മാത്രമല്ല. ഇപ്പോൾ UDFൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന ഇപ്പോൾ സംസാരിച്ചില്ലേ അൻവറിൻ്റെ കാര്യം, അൻവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും വർഗീയമായിട്ട് വോട്ട് വിഭജിക്കാനുള്ള ശ്രമമാണല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹം 5 ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ 5ഉം UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ UDFൻ്റെ വോട്ടുകൾ ഇളക്കുക എന്നുള്ളത് തന്നെയാണ്. അൻവറിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നയം ഇപ്പോഴുള്ളത് 2026 അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടെ വോട്ട് കുറയ്ക്കണം. തീർച്ചയായും വർഗീയതയാണുള്ളത്, അതിൽ വർഗീയതയുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ ഷൗക്കത്ത് ആര്യാടൻ സമുദായത്തെ ഞാൻ പറയാം, മുസ്ലിം സമുദായത്തെ ഞാൻ പറഞ്ഞുതരാം. വർഗീയത എന്ന് പറയാം. ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായത്തെ ഒന്നായിട്ട് അവഹേളിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ, പാഠം 1 ഒരു വിലാപവും ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നുള്ളതും, ഈ 2 സിനിമകളും അത് മുസ്ലിം സമുദായത്തെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുമ്പോൾ അത് വർഗീയതയല്ലേ? സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന വർഗീയ നടത്തിയ പ്രസംഗം ഹിന്ദു വിരുദ്ധമാണ് എന്നും പറഞ്ഞു. രണ്ടും പറഞ്ഞു. ഞാൻ പറയട്ടെ, രണ്ടും പറഞ്ഞു. അതെ, 2003 എടുത്ത സിനിമ എടുത്ത് ഇപ്പോൾ പ്രയോഗിക്കുന്നതിന്റെ ബുദ്ധിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. മറ്റേ ഹിന്ദു ഫോബിയാണോ? സ്വരാജ് കാലഘട്ടത്തിൽ ഈ മലപ്പുറം ജില്ലയിലും മുസ്ലിം സമുദായത്തിനടക്കം ശബരിമലയുടെ കാര്യത്തിൽ ആളുകൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ മക്കളെ കരുതിയിട്ടുള്ള ഞാനിത് പറയട്ടെ. ഞാൻ പറയുന്നതിന് അതിന് മുമ്പ് കാര്യം പറയാതെ ഇത് സ്വരാജിനെതിരെ പറഞ്ഞ പോലും അത് അന്ന് സ്വരാജ് മാത്രമല്ല CPM മൊത്തമായിട്ട് എടുത്ത സർക്കാർ എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നല്ലോ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട അത് ഇപ്പോൾ പറയുമ്പോൾ സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു വർഗീയ വികാരം ഇളക്കി വിടാനുള്ള പരിപാടിയാണ്. അത് തന്നെയാണ്
എല്ലാ വിഭാഗക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ വോട്ട് കിട്ടണം. BJP ഇപ്പോൾ എന്തിനാണ് ഒരു മാർത്തോമ സഭയിലെ ആളെ തേടിപ്പിടിച്ചത്? UDFൻ്റെ സ്ഥാനാർത്ഥിയെ, UDFൻ്റെ നേതാവിനെ പിടിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടണം. ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഉണ്ടാക്കി തീർക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു മണ്ഡലത്തിലും ഇത്ര വ്യക്തമായി കാണാത്ത രീതിയിൽ ഈ നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റത്തെ വർഗീയ കാർഡ് ഉപയോഗിക്കപ്പെടുന്നുണ്ടുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ തള്ളിപ്പറയേണ്ട ആളുകൾ, ഞാൻ അതുകൊണ്ടാണ് CPMൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇവിടെ അരുൺകുമാർ പറയേണ്ടിയിരുന്നു, ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഇക്കാര്യത്തിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് വെച്ചാൽ എനിക്ക് കൃത്യം, ഞാൻ അന്ന് മുതൽ തന്നെ ചർച്ചകൾ പറയുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ അൻവർ നടത്തിയതിനെ കുറിച്ചും പറഞ്ഞുള്ളത്. ഇപ്പോൾ ഈ തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണം എല്ലാ മുന്നണികളും ഒരേപോലെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റൊരു തെരഞ്ഞെടുപ്പിലും കാണാത്തതാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കുറേ കൂടി പറയാം. ഇത് ഒരു വർഷത്തെ കഷ്ടിയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് അങ്ങേയറ്റത്തെ വർഗീയ കാർഡുകൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതിഭീകരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.